ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെസൺ 2 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ലെസൺ 3 ആണ് എടുക്കാനുള്ളത്. അപ്പോൾ ലെസൺ 3, 4, 5 ഒക്കെ എന്ന് പറയുന്നത് ബേസിക്കലി വരുന്നതാണ്. അത് അധികം നമുക്ക് പറയാനൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. കാരണം നമ്മൾ പാർട്ട് 2 ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ, അതായത് ചെറിയ ചെറിയ മാറ്റങ്ങളുള്ള കാര്യങ്ങളാണ് പാർട്ട് 3 പാർട്ടല്ല ലെസൺ 3ലും 4ലും 5ലും നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ലെസൺ 2ൻ്റെ അസൈൻമെൻറ്റ് ഞാൻ 2 അസൈൻമെൻറ്റ് തന്നിരുന്നു നിങ്ങളോട്. ബേസിക്കിന്ന്, അതായത് സ്വന്തമായിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാനും പിന്നെ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് കുറച്ച് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നെ ടെംപ്ലേറ്റ് പരിചയപ്പെടാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലെസൺ 3 സ്റ്റാർട്ട് ചെയ്യാം. ലെസൺ 3 എന്ന് പറയുന്നത് കളർ ആൻഡ് ടൈപ്പോഗ്രാഫി ബേസിക്സ് ഇൻ ക്യാൻവ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻവൻ്റെ ബേസിക് ടൂൾ മനസ്സിലാക്കി ഇനി നമുക്ക് ക്യാൻവൻ്റെ കളറും ടൈപ്പോഗ്രാഫിനെയും കുറിച്ച് പഠിച്ചിട്ട് നമ്മളെ ഡിസൈൻ ഒന്നും കൂടി പ്രൊഫഷണൽ ആക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് കളർ ഇൻ ക്യാൻവ, അതായത് കുറച്ച് കളേഴ്സിന് കുറച്ച് മീനിങ് ഉണ്ട്. ഓക്കെ, അത് നമ്മളൊരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഡിസൈൻ, പോസ്റ്ററല്ല ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കളേഴ്സിൻ്റെ മീനിങ് ഉണ്ട്. ഒന്നാമത്തത് റെഡ് എന്ന് പറയുന്നത് പാഷൻ, എനർജി, അർജൻസിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് റെഡ് കളർ എന്ന് പറയുന്നത്. നമ്മളെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ സിറ്റുവേഷനിലുള്ള പോസ്റ്റർ, ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എമർജൻസി സിറ്റുവേഷൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്ലഡ് ആവശ്യമുണ്ട് എന്നുള്ള പോസ്റ്ററൊക്കെ നമ്മൾ ഒരുപാട് പോസിറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ പോസ്റ്ററൊക്കെ നമുക്ക് കാണാമല്ലോ. അതൊക്കെ എന്താ ഒരു റെഡ് തീമിലായിരിക്കും വരിക. അതുപോലെ ഓഫർ ക്ലോസസ് സൂൺ, അതായത് ഓഫർ ഇപ്പോൾ തീരും, അതൊരു അർജൻസി അല്ലേ, ഓഫർ ഇപ്പോൾ തീരും അതൊരു റെഡ് ഇൻഡിക്കേഷനിലായിരിക്കും വരിക. അതായത് ഒരു ബോക്സിനകത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഡ് ആയിരിക്കും, ഫോർഗ്രൗണ്ട് അതായത് ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് ആയിരിക്കും, അത് റെഡിലാണ് വരിക. അപ്പോൾ റെഡ് കളർ എന്ന് പറഞ്ഞാൽ അർജൻസിന് അതുപോലെ എനർജീനെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് എന്ത് കളർ നമ്മൾ യൂസ് ചെയ്യുന്നത്, റെഡ് കളർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പാഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡ് കളർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ബ്ലൂ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ്, വിശ്വാസം, കാമായിട്ട് പീസ്ഫുള്ളായിട്ട്, അധികം സ്ട്രെസ്സൊന്നുമില്ലാതെ, പീസ്ഫുള്ളായിട്ട് സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലേ, അതിനെയാണ് നമ്മൾ ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ വിശ്വാസത്തെയും ഒരു സമാധാനപരമായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള സ്ട്രെസ്സൊന്നും ഇല്ലാത്ത ഒരു ഇതിനാണ് ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഒരു പ്രൊഫഷണലിസത്തിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബ്ലൂ കളർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കോർപ്പറേറ്റ് ഡിസൈനൊക്കെ ബ്ലൂ കളർ, എല്ലാതും ബ്ലൂ കളറിലാണെന്നല്ല ഞാൻ. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു ഓഫർ ക്ലോസസ് സൂൺ എന്ന് പറയുമ്പോൾ അത് റെഡിൽ തന്നെ ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കളേഴ്സിൻ്റെ ഒരു മീനിങ് ആണ് ഞാൻ പറയുന്നത്, നോർമൽ കേസിലുള്ള മീനിങ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബ്ലൂ വരുന്നത്. ഈ ബ്ലൂവിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു യോഗ പോസ്റ്റർ ഉണ്ടാക്കണം. ഒരു യോഗ എന്ന് പറയുന്നത് എന്താ, ഒരു കാമായിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ലേ. അപ്പോൾ അതിനൊരു ലൈറ്റ് ബ്ലൂ ഒക്കെ കൊടുത്താൽ അതൊരു ട്രസ്റ്റ്, അല്ലെങ്കിൽ ഒരു കാം അന്തരീക്ഷം ആ ഒരു പോസ്റ്ററിന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ആ പോസ്റ്ററിന് നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയും, അങ്ങനെ ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം കാണുന്നവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ റെഡിൻ്റെ കാര്യം, റെഡിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കാണുന്നവർക്ക് അതിലൊരു അർജൻസി, ഒരു എനർജി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ റെഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കഴിയും. ഓക്കെ, പിന്നെ അതുപോലെയാണ് യെല്ലോ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, ഒപ്റ്റിമിസം ഒക്കെയാണ് യെല്ലോ വരുന്നത് ഫുഡിൽ, കിഡ്സിൻ്റെ ഡിസൈൻസിലൊക്കെയാണ് യെല്ലോ വരുന്നത്. കാരണം എന്താ, യെല്ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹാപ്പിനെസ്സും ഒപ്റ്റിമിസമാണ്. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നു. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു ഗുഡ് തിങ് ടു ഹാപ്പൻ, അതായത് നല്ലതെന്തോ സംഭവിക്കാനിരിക്കുന്നു, ഒരു പോസിറ്റീവായിട്ടുള്ള നല്ലതെന്തോ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളതിനാണ് യെല്ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫുഡിൻ്റെതും അതുപോലെ കിഡ്സിൻ്റെ ഡിസൈനിലൊക്കെ യെല്ലോ വരുന്നത്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എല്ലാ കിഡ്സിൻ്റെ ഡിസൈനും യെല്ലോ ആവണമെന്നില്ല. നമ്മുടെ കിൻഡർ ജോയ് കിഡ്സിനുള്ളതാണ്, അത് യെല്ലോ അല്ലല്ലോ. ഓക്കെ, നോർമലി വരുമ്പോൾ കളേഴ്സിന് മീനിങ് കുറച്ച് കളേഴ്സിന് എത്ര മീനിങ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എലഗൻറ്റ്, മിനിമലിസ്റ്റ്, സിംപ്ലിസിറ്റി. അത് മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോർമലി വരുന്നത് സിമ്പിളായിട്ടുള്ള കളർ. ഒരു ഡിസൈൻ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുത്ത് നമുക്ക് വളരെ സിംപ്ലിസിറ്റി ആയിട്ട് കാണിക്കാൻ പറ്റും. സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഓവറായിട്ട് ഡിസൈനോ കാര്യങ്ങളൊന്നും അതിലില്ലാതെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിനൊരു സിമ്പിളായാലും അങ്ങനെ വരുന്നതാണ് സിംപ്ലിസിറ്റി വരുന്നത്. പിന്നെ എലഗൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ബീയിങ് സിമ്പിൾ, സ്റ്റൈലിഷ് ആൻഡ് ഗ്രേസ്ഫുൾ എന്നാണ് എലഗൻസിൽ വരുന്നത്. അതായത് സിമ്പിളായിട്ട്, ബീയിങ് സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ്,
സിമ്പിളായിട്ടുള്ള സ്റ്റൈലിഷിങ് നമ്മൾ ചെയ്യുന്നതിനെയാണ് എലഗൻസ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെയിനായിട്ട് വരുന്നത് സിംപ്ലിസിറ്റി, എലഗൻസ്, മിനിമലിസം ഒക്കെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ക്യാൻവയിൽ കളർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ലെസൺ 2 പഠിച്ചു. എങ്ങനെയാണ് നമുക്ക് കളർ ചൂസ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ കളർ ചൂസ് ചെയ്യുക, കളറിൽ പോവുക, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട കളർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ഈ പിക്കർ യൂസ് ചെയ്തിട്ട് ഏത് കളറാണെന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചൂസ് ചെയ്യാം. ഈ പിക്കർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട കളറിൻ്റെ അടുത്ത് പോയിട്ട് മൗസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കളർ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അതുമല്ല, ഇപ്പം നമുക്കൊരു കളറിൻ്റെ കോഡ് നമുക്കറിയാം. ഈ കളർ കോഡ് എന്ന് പറയും, ഇതിനൊരു പേര് പറഞ്ഞുതരാം, HEX കോഡ് എന്ന് പറയും. അങ്ങനെ ഒരു കോഡ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ, അല്ല അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് ഒരു ഡിസൈനറാണ്, ക്ലയൻറ്റിന് കളറിൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞു ഈ കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ആ കോഡ് അടിച്ചാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ കളറിന് വേറെ കോഡ് കണ്ടോ, കോഡ് മാറുന്നുണ്ടോ, ഓരോ കളറിനും ഓരോ കോഡ് ഉണ്ട്, മനസ്സിലായോ, കോഡ് മാറുന്നുണ്ടോ. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് കോഡ് അടിച്ചിട്ടും കളർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും കളർ സെലക്ട് ചെയ്യാം. ഇനി അതല്ലാതെ ഇവിടെ കുറച്ച് കളേഴ്സ് തന്നിട്ടുണ്ട്, അതായത് ഈ ഡിസൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കളേഴ്സ് തന്നിട്ടുണ്ട്. അതല്ലാതെ ക്യാൻവൻ്റെ ഏറ്റവും ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അതിലിട്ട ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിൽ ഏതൊക്കെ കളർ ഉണ്ടോ ആ കളറൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, ഇത് ഏറ്റവും ഒരു അടിപൊളി ഫീച്ചറാണ്. കാരണം നമ്മളിപ്പോൾ ഇടുന്ന ഇമേജിനനുസരിച്ചാണ് നമ്മൾ ടെക്സ്റ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് അത് ഓവറോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് അതിനൊരു പ്രൊഫഷണലിസം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യാൻവ നമുക്ക് എന്ത് തരും, ക്യാൻവ നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ള ഇമേജസിൻ്റെ കളർ പാലറ്റ് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ എടുത്ത് തരും. നമ്മൾ അതിൽ ഇട്ടിട്ടുള്ള ഓരോ ഇമേജിൻ്റെ കളർ പാലറ്റ് നമുക്ക് എന്ത് തരും, ഇതിലിട്ട് തരും. നമ്മൾ എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ കളർ പാലറ്റ് നമുക്ക് എന്ത് തരും, ക്യാൻവ ഇവിടെ എടുത്ത് തരും. ഇവിടെ നിങ്ങൾക്ക് മുഴുവൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ CO കൊടുത്താൽ മതി. ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള കളർ, സോളിഡ് കളർ ഇവിടെ ഉണ്ട്. ഓക്കെ, അതാണ് കളറിൽ വരുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ചേഞ്ചസ് ഓൾ എന്നുള്ള ഒരു ബട്ടൺ വരും. നിങ്ങൾ ഒരു ഡിസൈനിൽ ഒരു കളർ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് ഓൾ എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഈ വീഡിയോ കുറച്ച് ബാക്കിലോട്ട് അടിച്ച് നോക്കിയാൽ ഇവിടെ ചേഞ്ചസ് ഓൾ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ഞാൻ കട്ട് ചെയ്തപ്പോൾ പോയതാണ്. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ചസ് ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇപ്പം ഞാൻ ഏത് ഡിസൈനാണോ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ ഒന്നാമത്തെ പേജിലുള്ള ഡിസൈൻ അല്ലേ, അപ്പോൾ ഒന്നാമത്തെ പേജിലുള്ള ഡിസൈനിൽ ആ ചേഞ്ചസ് ഓൾ എന്നുള്ള ബട്ടൺ ഞാൻ ഇപ്പോൾ യെല്ലോ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് വന്നു, ഇവിടെ യെല്ലോ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ചേഞ്ചസ് ഓൾ വന്നു. അപ്പോൾ ചേഞ്ചസ് ഓൾ ക്ലിക്ക് ചെയ്താൽ ഇതിലുള്ള എല്ലാ ടെക്സ്റ്റും എന്താവും, യെല്ലോ കളറിലോട്ട് മാറും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കളർ എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ക്യാൻവയിൽ കളർ പാലറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കളർ പാലറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്രൗസറിൽ കയറിയിട്ട് കളർ പാലറ്റ് എന്ന് സെർച്ച് ചെയ്യുക. നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറിൻ്റെ കളർ പാലറ്റ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് എന്ത് വരും, ഇതുപോലെ കളർ പാലറ്റ് കിട്ടും. ഈ കളർ പാലറ്റ് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട്, പിന്നെ അവിടെ ഏത് കളർ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടില്ല, ഞാനിവിടെ റെഡ് കളർ പാലറ്റ് എന്ന് കൊടുത്താൽ എനിക്കെന്ത് വരും, റെഡ് കളറിലുള്ള അതിൻ്റെ കളർ പാലറ്റ് വരും. ഞാൻ ഇവിടുന്ന് ഇത് കോപ്പി ചെയ്തിട്ട് കോപ്പി ഇമേജ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഡിസൈനിൽ ഒന്ന് പേസ്റ്റ് ചെയ്താൽ, എന്നിട്ട് ഞാനത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ കളേഴ്സ് ടു ദിസ് പേജ് ക്ലിക്ക് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യുമ്പോഴേക്കും ഞാൻ കോപ്പി ചെയ്ത ഇമേജസിലുള്ള കളർ പാലറ്റിൽ കളേഴ്സ് എനിക്ക് എൻ്റെ ഡിസൈനിൽ എൻ്റെ ഡിസൈനിലോട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അതൊരു ട്രിക്കാണ്, ക്യാൻവൻ്റെ ഒരു ഹാക്കാണ്. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് ബ്രൗസർ വഴി നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യുന്നതാണിത്. ഇനി ഇതല്ലാതെ ക്യാൻവൻ്റെ ഇൻബിൽഡായിട്ടല്ല, ക്യാൻവയിൽ ഈ ആപ്സ് പോയിട്ട് നമുക്ക് ക്യാൻവയിൽ എന്ത് ചെയ്യാൻ പറ്റും, കളർ പാലറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രോംപ്റ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് AI വെച്ച് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ പ്രോംപ്റ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ തന്നെ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. AI ബിഗിനർ ടു അഡ്വാൻസ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രോംപ്റ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ,
ആപ്സിൽ വന്നിട്ട് കളർ പാലറ്റ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നിങ്ങൾ ഈ ആപ്സ് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ആപ്സ് ക്ലിക്ക് ചെയ്തിട്ട് കളർ പാലറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് വരുന്ന റിസൾട്ട് കളർ പാലറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളോട് ഇത് നമ്മൾ ആദ്യം നമ്മളെ ഡിസൈൻ ഓപ്പൺ ആക്കി വെക്കണം. മനസ്സിലായോ? നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഡിസൈൻ ഓപ്പൺ ആക്കിയിട്ട് ആപ്പിൽ പോയിട്ട് കളർ പാലറ്റ് അതിന് സെർച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത്, ഇപ്പം ഞാനിവിടെ ബ്ലൂ ആൻഡ് റെഡ് എന്ന് സെർച്ച് ചെയ്ത് ജനറേറ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ആണോ? ആ ബ്ലൂ ആൻഡ് റെഡ് കാറ്റഗറിയിൽ വരുന്ന കളർ പാലറ്റ് എനിക്കെന്ത് ചെയ്തു? ഇവിടെ AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത് തന്നു. നമ്മൾ ക്യാൻവൻ്റെ ആപ്പ് സ്റ്റോറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യൂ? ആ റെഡ് ആൻഡ് ബ്ലൂ എന്നുള്ള കോമ്പിനേഷനിൽ വരുന്ന കളേഴ്സ് ഒരു 5 എനിക്ക് ജനറേറ്റ് ചെയ്ത് തന്നു. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമായില്ല, ഇവിടെ ജനറേറ്റ് അഗൈൻ കൊടുത്താൽ വീണ്ടും അത് ജനറേറ്റ് ചെയ്ത് പുതിയ റിസൾട്ട് തരും. ഇതെങ്ങനെ യൂസ് ചെയ്യുക? ആഡ് ആസ് ഇമേജ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആ ഇമേജ് വരും. നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് അപ്ലൈ പേജ് ഈ കളറിൽ കൊടുക്കുക. അപ്ലൈ കളേഴ്സ് ദിസ് പേജ് കൊടുത്താൽ എന്ത് സംഭവിക്കും? അതിലുള്ള കളേഴ്സ് ഈ പേജിലോട്ട് മാറും. ഓക്കെ, ഇവിടെ ഈ ഒരു പാനൽ കണ്ടോ? ഇത് എത്ര റിസൾട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് 5 കളർ പാലറ്റ് കിട്ടിയില്ലേ? ഇനി ഇവിടെ 6 ആക്കിയാൽ നമുക്ക് 6 കളർ പാലറ്റ് റിസൾട്ട് ആയിട്ട് കിട്ടും. അങ്ങനെ ഇവിടെ നമുക്ക് 500 വരെ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. അത് ഞാൻ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു എക്സാമ്പിളും കൂടി, ബ്ലൂ, വൈറ്റ്, ഡാർക്ക് റെഡ് കൊടുക്കല്ലേ, ഡാർക്ക് റെഡ് ആൻഡ് ഒരു കളറും കൂടി ഗോൾഡ്. നിങ്ങൾ കൊടുക്കുമ്പോൾ മാച്ച് ആയിട്ടുള്ള കളർ കൊടുക്കട്ടോ. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഏതൊക്കെയോ കളർ എടുത്ത് ചെയ്യുന്നതെന്നുള്ളൂ. നിങ്ങളൊരു കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കണം? ഒരു കളർ മറ്റു കളറുമായിട്ട് മാച്ച് ആയിരിക്കണം, സിങ്ക് ആയി നിൽക്കണം. ഒരാൾക്ക് കാണുമ്പോൾ മനസ്സിലാവരുത്, കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണം എന്ത് ഇതൊരു പ്രൊഫഷണൽ ഡിസൈനർ ചെയ്തതാണ് എന്ന് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് അറിയില്ല ഏത് കളറാണ് കൊടുക്കേണ്ടത്, ഏതാണ് മാച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ ബ്രൗസറിൽ കയറിയിട്ട് കളർ പാലറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ഇഷ്ടംപോലെ കളർ പാലറ്റ് കിട്ടും. അങ്ങനെ ചെയ്താലും മതി. എങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഞാനിവിടെ തന്നെ ഇവിടെ കുറക്കാനും പറ്റും. ഞാൻ 2 കളർ പാലറ്റ് മതി എനിക്ക്. അപ്പോൾ ഞാൻ 2 കൊടുത്തു. ഇപ്പം എനിക്ക് എന്ത് കിട്ടി? ആ കാറ്റഗറിയിലുള്ള എന്ത് കിട്ടി? കളർ പാലറ്റ് കിട്ടി. ആഡ് ഇമേജ് കൊടുക്കുക. നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെ അപ്ലൈ കളേഴ്സ് ദിസ് പേജ് കൊടുത്താൽ അതെന്താവും? അത് ഈ കളറിലേക്ക് ഈ പേജിലോട്ട് അപ്ലൈ ആവും. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കളർ പാലറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഡിസൈൻ എന്തോ പോലെ ആയില്ലേ. ഇനി ഇവിടെ ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? ഗാലറിയിൽ എന്തുണ്ട്? ഇഷ്ടംപോലെ കളർ പാലറ്റ്. നമ്മൾ ടെക്സ്റ്റ് ചെയ്യാതെ തന്നെ, നമ്മൾ ചോദിക്കാതെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ കളർ പാലറ്റ് ഉണ്ട്. അതിലേത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ കളർ പാലറ്റ് ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ അടുത്ത എന്താ? ഇത് പ്രോ ടിപ്പാട്ടോ, ഞാനവിടെ എഴുതി വെച്ചായിരുന്നു. ഇനി ടൈപ്പോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റൈല്. അതായത് ടൈപ്പോഗ്രാഫി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം കണ്ട, ഇതിനെയാണ് ടൈപ്പോഗ്രാഫി എന്ന് പറയുക. അതായത് 2-3 ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മളൊരു പുതിയ ടെക്സ്റ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിനെയാണ് ടൈപ്പോഗ്രാഫി എന്ന് പറയുക. ഇതിനെയാണ് ടൈപ്പോഗ്രാഫി എന്ന് പറയുക. പിന്നെ ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നത്, ടൈപ്പോഗ്രാഫി ഡിസൈൻ എന്ന് പറഞ്ഞാൽ വേറെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? 2-3 ടെക്സ്റ്റ് വെച്ചിട്ട് ഒരു പുതിയ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു പുതിയ സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടോ? ഇതാണ് ടൈപ്പോഗ്രാഫി ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിനെയാണ് ടൈപ്പോഗ്രാഫി ഡിസൈൻ എന്ന് പറഞ്ഞത്. നമുക്ക് നോർമലി ഇവിടെ ടൈപ്പോഗ്രാഫി ഡിസൈൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതല്ല, നമുക്ക് കുറച്ച് ഫോൺസ്, അതായത് നേരത്തെ നമ്മൾ കുറച്ച് കളർ പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് കുറച്ച് ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് നമുക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സാരിഫ് ഫോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇങ്ങനെ സെർച്ച് ചെയ്ത് വെക്കാം. ഞാൻ ഇവിടെ ഈ ഡിസൈൻ ആകെ
ഓരോരോ ഫൗണ്ട് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. ഒന്നാമത്തെ എന്താ, സാരിഫ് ഫോൺസ്. ഈ സാരിഫ് ഫോൺസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്ലാസിക് ഒരു ഫോർമൽ ആയിട്ടുള്ള ഫൗണ്ടാണ്, ഒരു ക്ലാസിക് ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഫൗണ്ടാണ് സാരിഫ് ഫൗണ്ട് എന്ന് പറയുന്നത്. ആ എക്സാമ്പിൾ ഈ സാരിഫ് എന്ന് പറയുന്നത് ഫോണ്ടിൻ്റെ കാറ്റഗറിയാണ്. ഓക്കെ, ഈ സാരിഫ് ഫൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫോണ്ടിൻ്റെ കാറ്റഗറിൻ്റെ നെയിമാണ്. ഇനി അതിനുള്ളിൽ വരുന്ന ക്ലാസിക് ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഫോണ്ടാണ് എന്തെന്ന് പറയുന്നത് ടൈംസ് ഓഫ് ന്യൂ റോമൻ, അതുപോലെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് പ്ലേഫെയർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ഈ സാരിഫ് ഫോൺസ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. ഇത് കണ്ടോ, ഇവിടെ എന്താ ക്യാൻവാസ് ആസ് എന്ന് പറഞ്ഞത് ഒരു കാറ്റഗറിയാണ്. അതിനുള്ളിൽ വരുന്ന ഫൗണ്ടാണിത്. അല്ല, അതിനുള്ളിൽ വരുന്ന ഫൗണ്ട് അല്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ ക്യാൻവയിൽ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ഇല്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അതായത് ക്യാൻവയിൽ എല്ലാതും കൊടുത്തിട്ടുണ്ട്, കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ക്യാൻവയിൽ കൊടുത്തിട്ടില്ല. എന്തായാലും സാരിഫ് ഫോൺസ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി പേരാണ്. അതിന് താഴെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ടൈംസ് ഓഫ് ന്യൂ റോമൻ, പ്ലെയർഫെയർ ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്ന ഫോൺസ്. ഈ സാരിഫ് ഫോൺസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ക്ലാസിക് ആയിട്ടുള്ള ഫോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സാരിഫ് ഫോൺസ് എന്ന് പറയുന്ന കാറ്റഗറി. ഓക്കെ, അതിനുള്ളിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ടൈംസ് ഓഫ് ന്യൂ റോമൻ, പ്ലെയർഫെയർ ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്നത്. കാണുന്നില്ലേ, പ്ലെയർഫെയർ ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ടൈംസ് ഓഫ് ന്യൂ റോമൻ നോക്കാം. നമുക്ക് ഈ ഫസ്റ്റത്തെ ക്യാൻവാസിലേക്ക് ടൈംസ് ഓഫ് ന്യൂ റോമൻ കൊടുത്തോക്കാം. ഇതാ ടൈംസ് ഓഫ് ന്യൂ റോമൻ കണ്ടോ, ഒരു ക്ലാസിക് ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഒരു ഫൗണ്ട് ആയില്ല. ഇപ്പോൾ ഇത് ഞാൻ അതുമ്പോൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബോൾഡാക്കാം. വേണ്ട, നമുക്കതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫോൺസിൻ്റെ കാറ്റഗറിയും പിന്നെ അതിൻ്റെ 2 എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാറ്റഗറി നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം, കാരണം പിന്നീട് നിങ്ങൾ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഇതിലല്ലാതെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ വലിയ വലിയ സോഫ്റ്റ്വെയർസൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ, ഫോട്ടോഷോപ്പ്, ഇലിസ്ട്രേറ്ററൊക്കെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് നിന്ന് ഫോൺസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിലിപ്പോൾ എല്ലാ ഫോൺസും ലിസ്റ്റഡ് ആണ് ഓൾറെഡി, നമ്മൾ ഇതിനൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പുറത്തുനിന്ന് ഫോൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതായത് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ എന്താ ഒരു ഫോർമൽ ക്ലാസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സാരിഫ് ഫോൺസ് എന്ന് പറയുന്ന കാറ്റഗറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ അതിനുള്ളിലുണ്ടാവും ക്ലാസിക്കോ ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, പറഞ്ഞു തന്നോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ഫൗണ്ട് ഇതിൽ കൊടുത്തിട്ടുള്ള ഫൗണ്ട് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. സാരിഫ് ഫോൺസ് എന്ന് പറയുന്നത് ഒരു ഫോൺസിൻ്റെ ഒരു കാറ്റഗറിൻ്റെ പേരാണ്. അതിനുള്ളിൽ വരുന്നതാണ് ആ ഫോൺസിൻ്റെ കാറ്റഗറി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫോൺസിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ക്ലാസിക് ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് സാരിഫ് ഫോൺസ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ വരുന്ന ഫോൺസ് ആണ്, ആ ക്ലാസിക് ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഫോൺസ് ആണ് എന്തെന്ന് പറയുന്നത് ടൈംസ് ഓഫ് ന്യൂ റോമൻ. ഈ ടൈംസ് ഓഫ് ന്യൂ റോമൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോണ്ടിൻ്റെ നെയിമാണ്. അതുപോലെ പ്ലെയർഫെയർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ടൈംസ് ഓഫ് ന്യൂ റോമൻ നമ്മൾ പറഞ്ഞു. ഇനി പ്ലെയർഫെയർ കൊടുത്തോക്കാം. പ്ലേഫെയർ കണ്ടോ, പ്ലേഫെയർ ഡിസ്പ്ലേ കണ്ടോ, ഇതാണ് പ്ലേഫെയർ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫോണ്ട്. ഇത് രണ്ടും അതേ ടൈംസ് ഓഫ് ന്യൂ റോമനും പ്ലേഫെയർ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്താ ഫോർമൽ ആയിട്ടുള്ള ക്ലാസിക് ആയിട്ടുള്ള ഒരു ഫോണ്ടിൻ്റെ സ്റ്റൈലാണ്. ഇനി അടുത്തതാണ് സാൻസ് സാരിഫ് ഫോൺസ് എന്ന് പറയുന്നത്. സാൻസ് സാരിഫ് ഫോണ്ട് എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത്, ആ സാൻസ് സാരിഫ് ഫൗണ്ടിൽ ഒരു കാറ്റഗറിയാണ്. ആ കാറ്റഗറി എന്ന് പറയും, ആ കാറ്റഗറിൻ്റെ മോഡൽ എന്ന് പറയുന്നത് എന്താ, ഒരു മോഡേൺ ക്ലീൻ ആയിട്ടുള്ള ഒരു ലുക്ക്, ഒരു സ്റ്റൈലാണ് സാൻസ് സാരിഫ് ഫോണ്ടിൽ വരുന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാ, സാൻസ് സാരിഫ് ഫോണ്ടിൻ്റെ എക്സാമ്പിളാണ് സാൻസ് സാരിഫ് ഫോൺസിൻ്റെ എക്സാമ്പിളാണ് മോണ്ട് സെറാട്ട്, ഒരു ഫോണ്ടിൻ്റെ പേരാണ്. പിന്നെ ഓപ്പൺ സാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കാറ്റഗറി 2 കൊടുക്കല്ലേ.
ഓക്കെ, ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഏതാ? സാരി ഫോൺസിൻ്റെ വരുന്ന കാറ്റഗറിയാണ് ഫസ്റ്റത്തെ. അതിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നമുക്ക് ടൈംസ് ഓഫ് ന്യൂ റോമൻ എടുക്കാം. അതായത് ഇത് ടൈംസ് ഓഫ് ന്യൂ റോമൻ സ്റ്റൈലാണ്. ഇത് പിന്നെ ഏതാ? പ്ലെയർ ഫെയർ ഡിസ്പ്ലേ സ്റ്റൈലാണ്. ഇത് രണ്ടും ഓക്കെ. വലിയ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ചെറിയൊരു ഡിഫറൻസ്. എവിടെയാണ് ആ ചെറിയ ഡിഫറൻസ്? ഇവിടെ ഈ കെ കണ്ടോ? കെ ഒരു വളഞ്ഞിട്ടല്ലേ പോണ്. ഈ കേൻ്റെ അത് ഒന്ന് വളഞ്ഞിട്ടല്ലേ പോണ്, പക്ഷെ ഇവിടെ സ്ട്രൈറ്റ് അല്ലേ. അത്ര ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. കാരണം എന്താ? രണ്ടും ഒരു കാറ്റഗറിയിൽ വരുന്ന ഫോൺ തന്നെയാണ്. ഓക്കെ, സാരി ഫോണ്ട് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്ലാസിക് ആയിട്ടുള്ള ഒരു ഫോർമൽ ലുക്കാണ് ഈ സാരി ഫോൺസ് വരുന്നത്. ഇനി അടുത്ത ഫോണ്ടിന്റെ കാറ്റഗറി ഏതാ? സാൻസ് സാരി ഫോണ്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മോഡേൺ ആയിട്ടുള്ള ക്ലീൻ. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നല്ല, എന്താണ് അത്? സാരി ഫോണ്ട് കാറ്റഗറിയിൽ വരുന്ന ഫോണ്ടിന്റെ ഒരു സ്റ്റൈല്. ആ സ്റ്റൈലാണ് ഞാൻ പറയുന്നത് എന്ത്? മോഡേൺ ആണ്, ക്ലീൻ ആണ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾ, ആ കാറ്റഗറിയിൽ വരുന്ന ഫോണ്ടിന്റെ എക്സാമ്പിൾ എന്താ? മൗണ്ട് സെറാട്ട് എന്ന് പറഞ്ഞ ഒരു ഫോണ്ട് അതിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ഫോണ്ട് എന്താ നോക്കാം. മോൺസെറാട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ മോഡേൺ ഒരു ക്ലീൻ ലുക്ക് തരുന്ന, അധികം ഡിസൈനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു മോഡേൺ ക്ലീൻ ലുക്ക് തരുന്ന ഫോണ്ടാണ് ഏത് ഫോണ്ടിന്റെ കാറ്റഗറിയാണ് ഏതെന്ന് പറയുന്നത്? സാരി ഫോണ്ട് എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിൽ വരുന്ന ഫോണ്ടിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ മോണ്ട് സെറാട്ട് എന്ന് പറയുന്നത്. പ്രൊണൗൺസിയേഷൻ കുറച്ച് ഗതികേടാണ്. മോണ്ട് സെറാട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അതേ സാരി ഫൗണ്ടിൽ വരുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് ഓപ്പൺ സാസ് എന്ന് പറയുന്നത്. അതായത് മോഡേൺ ആയിട്ടുള്ള ഒരു ക്ലീൻ ലുക്ക് തരും ഓപ്പൺ സാൻസ് ആണ് കേട്ടോ. ഓപ്പൺ സാൻസ് കണ്ട, ഇതാണ് ഓപ്പൺ സാൻസിൽ വരുന്നതും ഇതാണ് മോണ്ട് സെറാട്ടിൽ വരുന്നതും. ഇത് രണ്ടും എന്താണ്? ഒരു ഫോണ്ട് സ്റ്റൈലിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഏതാണ് ആ സ്റ്റൈല്? മോഡേൺ ആയിട്ടുള്ള ഒരു ക്ലീൻ ലുക്ക് തരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? സ്ക്രിപ്റ്റ് ഫോണ്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഈ കാറ്റഗറി പറഞ്ഞു, അതായത് സാരി ഫോണ്ടിന്റെ കാറ്റഗറി പറഞ്ഞു, സാരി ഫോണ്ടിന്റെ കാറ്റഗറി പറഞ്ഞു. ഇനി സ്ക്രിപ്റ്റ് ഫോണ്ടും ഉണ്ട്, ഡിസ്പ്ലേ ഫോണ്ടും ഉണ്ട്. സ്ക്രിപ്റ്റ് ഫോണ്ടിൽ വരുന്നതാണ്. സ്ക്രിപ്റ്റ് ഫോണ്ടിന്റെ കാറ്റഗറി എന്ന് പറയുന്ന അതിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് എലഗന്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈലാണ്. ഇതിൽ വരുന്നത് സ്ക്രിപ്റ്റ് ഫോണ്ടിൽ വരുന്നത്. ഓക്കെ, ആ സ്ക്രിപ്റ്റ് ഫോണ്ടിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന എക്സാമ്പിൾ ഏതാ? സ്പെസിഫിക്കോ എന്ന് പറഞ്ഞ ഫോണ്ട് ഉണ്ട്, അതുപോലെ ഡാൻസിങ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഫോണ്ട് ഉണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ഏതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്? സ്ക്രിപ്റ്റ് ഫോണ്ട് എന്ന് പറയുന്ന ഫോണ്ടിന്റെ കാറ്റഗറി എന്ന് പറയുന്നത്, അതിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ആ ഫോണ്ടിന്റെ ആ കാറ്റഗറിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൽ വരുന്ന എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? പസിഫിക്കോ കണ്ടോ? ഒരു ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈൽ കിട്ടിയില്ലേ അതിന്? ഒരാൾ എഴുതുന്ന ഒരു സ്റ്റൈൽ കിട്ടിയില്ലേ? ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? ഡാൻസിങ് സ്ക്രിപ്റ്റ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. ഡാൻസിങ് സ്ക്രിപ്റ്റ് കണ്ടാ? ഒരാൾ എഴുതിയൊരു ലുക്ക് കിട്ടിയില്ല ഇതിന്. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത് സ്ക്രിപ്റ്റ് ഫോണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. ഇനി അടുത്തതാണ് എന്ത് വരുന്നത്? ഡിസ്പ്ലേ ഫോണ്ട് എന്ന് പറയുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇത് എഴുതി വെച്ചോളൂ. ഇതും അതുപോലെ ഈ കളർ റെഡ്, ബ്ലൂ, യെല്ലോ എന്നുള്ളതും അതും നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് ഡിസ്പ്ലേ ഫോണ്ട് എന്ന് പറയുന്ന കാറ്റഗറി. ഡിസ്പ്ലേ ഫോണ്ട് എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറയുന്ന ഫോണ്ടിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ബോൾഡ് ആയിട്ടുള്ള അറ്റൻഷൻ ഗ്രാബിങ്. എന്താണ് ഈ അറ്റൻഷൻ ഗ്രാബിങ് എന്ന് പറയുന്നത്? ഈ ഗ്രാബിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചെടുക്കുക എന്നുള്ളൊരു അർത്ഥമാണ് ഗ്രാബിങ്. അപ്പോൾ നമ്മളൊരാളെ അറ്റൻഷൻ നമ്മളവിടെ പിടിച്ചെടുക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ടാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേ ഫോണ്ട് എന്ന് പറയുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ഫോണ്ടാണ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഫോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എക്സാമ്പിൾ ആണ്, ആ ഫോണ്ടിന്റെ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഇമ്പാക്റ്റ്, ബേബ്സ് ന്യൂ എന്ന് പറയുന്നത് ഫോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇമ്പാക്റ്റ് കണ്ടോ? ബോൾഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ഗ്രാബിങ് ഫോണ്ടാണിത്.
കണ്ട ഒരു ബോൾഡ് ആയിട്ടുള്ള അറ്റൻഷൻ ഗ്രാബിങ് ഫോണ്ടാണ് എന്തെന്ന് പറയുന്നത്. ബോൾഡ് ആയിട്ടുള്ള അറ്റൻഷൻ ഗ്രാബിങ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫോണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേ ഫോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പരിചയപ്പെട്ടു, 4 ഫോണ്ടിൻ്റെ കാറ്റഗറി നമ്മൾ പരിചയപ്പെട്ടു. അതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. മനസ്സിലായില്ലേ? ഫസ്റ്റത്തെ എന്താ, സാരി ഫോണ്ട്. രണ്ടും കൂടെ രണ്ടും കൂടെ വെക്കാൻ സ്ഥലമല്ല, അല്ലെങ്കിൽ രണ്ടും വെച്ചിട്ട് രണ്ടും ഒപ്പം കാണിച്ചു തരാം. ഇത് സെൻറ്ററിലേ വരുള്ളൂ, ലെഫ്റ്റിക്കോ റൈറ്റിക്കോ ഒന്നും പോവില്ല. ഓക്കെ, എന്തായാലും ഞാനിവിടെ വെച്ച് കാണിച്ചു തരാം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ സാരി ഫോണ്ട് എന്ന് പറയുന്ന ഫോണ്ടിൻ്റെ ഒരു കാറ്റഗറിയാണ്. ആ കാറ്റഗറിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ക്ലാസിക് ആയിട്ടുള്ള ഒരു ഫോർമൽ സ്റ്റൈലാണ് ആ കാറ്റഗറിയിൽ വരുന്നത്. ആ കാറ്റഗറിയിൽ വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് ഫോണ്ടാണ് എന്ന് പറയുന്നത് ടൈംസ് ഓഫ് ന്യൂ റോമനും പ്ലേഫെയർ ഡിസ്പ്ലേ എന്ന് പറയുന്നതും. ഇതാണ് ടൈംസ് ഓഫ് ന്യൂ റോമൻ, ഇതാണ് പ്ലേഫെയർ ഡിസ്പ്ലേ. ഇത് 2 സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താ, ഒരു ക്ലാസിക് ആയിട്ടുള്ള ഫോർമൽ സ്റ്റൈലാണ്. രണ്ടാമത്താണ് എന്തെന്ന് പറയുന്നത്, സാസ് സാരിഫ് ഫോൺസ് എന്ന് പറയുന്നത്. സാൻസ് സാരിഫ് ഫോൺസ് എന്ന് പറയുന്നത് അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു മോഡേൺ ആയിട്ടുള്ള ക്ലീൻ ലുക്കാണ് ഈ സാൻസ് സാരിഫ് ഫോണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഫോൺസിന് വരുന്നത്. അതിൽ 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, മോൺസെറാട്ട് എന്ന് പറഞ്ഞത്, ഓപ്പൺ സാൻസ് എന്ന് പറഞ്ഞത്. ഇതാണ് മോൺസെറാട്ട്, ഇതാണ് ഓപ്പൺ സാൻസ് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് ഫോൺസ് എന്ന് പറയുന്നത്. ഈ സ്ക്രിപ്റ്റ് ഫോൺസ് എന്ന് പറയുന്നത് എലഗൻ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈലാണ് നമുക്ക് തരുന്നത്. സ്ക്രിപ്റ്റ് ഫോൺസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഫോൺസ് നമുക്ക് എന്താണ് തരുന്നത്, ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് നമുക്ക് തരുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് എന്തെന്ന് പറയുന്നത്, പെസിഫിക്കോ ആൻഡ് ഡാൻസിങ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ, പെസിഫിക്കോ ആൻഡ് ഡാൻസിങ് സ്ക്രിപ്റ്റ്. ഇത് രണ്ടും എന്താണ്, ഒരു എഴുതിയ പോലെ അല്ലേ. ഇനി അടുത്താണ് ഡിസ്പ്ലേ ഫോണ്ട് എന്ന് പറയുന്നത്. ഡിസ്പ്ലേ ഫോണ്ട് എന്ന് പറയുന്നത് ബോൾഡ് ആയിട്ടുള്ള അറ്റൻഷൻ ഗ്രാബിംഗ് ഫോണ്ടാണ്. അറ്റൻഷൻ ഗ്രാബിംഗ് സ്റ്റൈലാണ് ഡിസ്പ്ലേ ഫോണ്ട് എന്ന് പറയുന്ന ഫോൺസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ആ ഫോൺസിൻ്റെ എക്സാമ്പിളാണ് ഇമ്പാക്റ്റ്, ബേബ്സ് ന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫോണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ എന്താ, ഹൗ ടു യൂസ് ഫോൺസ് ഇൻ ക്യാൻവ, ക്യാൻവയിൽ എങ്ങനെയാണ് ഫോൺസ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫോണ്ടും കളറും യൂസ് ചെയ്തിട്ട് ഒരു ടൈപ്പോഗ്രാഫിക് കോമ്പിനേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നിങ്ങൾ ഇതുപോലെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ആയത്, നിങ്ങൾ സ്വന്തമായിട്ട് ഫോണ്ടിൻ്റെയും കളറിൻ്റെയും ഒരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിവിടെ ഹെഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, പ്ലെയർ ഫെയർ ഫോണ്ടാണ് ഞാൻ ഇവിടെ ഹെഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ എക്സാമ്പിൾ ഓഫ് ഗുഡ് കളർ കോമ്പിനേഷൻ, ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ ഡാർക്ക് ബ്ലൂ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ ഡാർക്ക് ബ്ലൂ. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ എങ്ങനെയാണ് മാറ്റുക, ഇതാണ് പേജുമ്പോൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കളർ ഉണ്ട്. അത് നമുക്ക് വേണ്ട കളർ ചൂസ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചൂസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എന്താ ചൂസ് ചെയ്യുന്നത്, ഒരു ഡാർക്ക് ബ്ലൂവിൻ്റെ കോഡാണ് എന്തെന്ന് പറയുന്നത്, #1E3A8A. ഇതാണ് ഡാർക്ക് ബ്ലൂ. ഈ ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത് എന്തിന്, ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത്, ഹെഡിങ്ങിന് ഇപ്പം എന്താ കൊടുക്കുക, ഹെഡിങ് തന്നെ കൊടുക്കുക അല്ലേ. ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത്, സോറി ഹെഡിങ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ഹെഡിങ് എന്നുള്ളതുണ്ട്. അതിൻ്റെ സൈസിൽ തന്നെ എടുക്കണം. ഹെഡിങ്ങിന് ഞാൻ ചൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് പ്ലെയർ ഡിസ്പ്ലേ ആണ്. ഞാൻ എന്ത് ചെയ്യുന്നത്, ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് ഏതാണ്, പ്ലേഫെയർ. ഡിസ്പ്ലേ ആണ് ഞാൻ എന്തിന് യൂസ് ചെയ്യുന്നത്, ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്നത്.
പ്ലേ ഫയർ ഡിസ്പ്ലേ ആണ് ഞാൻ ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഹെഡിങ്ങിൻ്റെ കളർ ഞാൻ വൈറ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഞാൻ സബ് ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്നത് മൗണ്ട് സെറാട്ട് ഫോണ്ടാണ്. ഞാൻ എന്തിനു യൂസ് ചെയ്യുന്നത്? സബ് ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. സബ് ഹെഡിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് മൗണ്ട് സെറാട്ട് എന്ന് പറയുന്ന ഫോണ്ടാണ്. ഞാൻ എന്തിനു യൂസ് ചെയ്യുന്നത്? സബ് ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. മോൺസെറാട്ടാണ് ഞാൻ സബ് ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇനി ബോഡി ടെസ്റ്റ്, ഹെഡിങ് ആയി സബ് ഹെഡിങ് ആയി. ഇനി ബാക്കി വരുന്ന ബോഡി ടെസ്റ്റിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഓപ്പൺ സാസ് ആണ്. ഞാൻ ബോഡി ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത് ഓപ്പൺ സാസ്. ആഡ് ലിറ്റിൽ ബിറ്റ് ബോഡി ടെസ്റ്റ്. ബോഡി ടെക്സ്റ്റ്. ഓപ്പൺ സയൻസ് ആണ് ഞാൻ എന്തിനു യൂസ് ചെയ്യുന്നത്? ബോഡി ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഓപ്പൺ സയൻസ് ആൻഡ് സിമ്പിൾ ആൻഡ് മോഡേൺ. എക്സാമ്പിൾ ഓഫ് കളർ കോമ്പിനേഷൻ: ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ, ഹെഡിങ് വൈറ്റ്, ആക്സെന്റ്. ഞാൻ ബോഡി ടെസ്റ്റിന് ഞാനൊരു ഗോൾഡ് കളർ കൊടുക്കണം. FFD 700. ഓക്കെ. ബോഡി ടെസ്റ്റിന് ഞാനൊരു ഗോൾഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെ ഉണ്ടോ? ഇതിപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ടൈപ്പോഗ്രാഫിക് സ്റ്റൈൽ കിട്ടിയില്ലേ? ഞാനിതിനെ ഗ്രൂപ്പ് ചെയ്യാം. Ctrl+G അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ടൈപ്പോഗ്രാഫിക് സ്റ്റൈൽ നമുക്ക് കിട്ടിയില്ലേ? ഹെഡിങ്ങിനൊരു ഫോണ്ട്, സബ് ഹെഡിങ്ങിനൊരു ഫോണ്ട്, ബോഡിക്ക് വേറൊരു ഫോണ്ട്. ഈ 3 ഫോണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ 3 ഫൗണ്ടിന് ഒരു കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? 3 ഫൗണ്ടിന് ഒരു കണക്ഷൻ തോന്നുന്നില്ലേ? ഇനി ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിക്ക് ഞാനിവിടെ വേറെ ഏതെങ്കിലും ഒരു ഫോണ്ട് കൊടുത്തു. ഇതിനെന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം ഇങ്ങനെ ചെയ്തതിന് എന്തെങ്കിലും ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് തോന്നുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് ഇപ്പോൾ അതാണെങ്കിലോ, ഹെഡിങ്ങിനൊരു ഫോണ്ട്, അതിന് ചെറിയ മാറ്റമുള്ള സബ് ഹെഡിങ്ങിന് വേറൊരു ഫോണ്ട്, അതിന് ചെറിയ മാറ്റമുള്ള ബോഡി ടെസ്റ്റിന് വേറൊരു ഫോണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനെന്തുണ്ട്? ഒരു പ്രൊഫഷണൽ കട്ട് കിട്ടുന്നുണ്ട്. ഇതെന്തിനപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഡിസൈൻ ചെയ്യാണ്. ആ ഡിസൈനിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പോസ്റ്റർ ചെയ്യാണ്. അപ്പോൾ ആ പോസ്റ്ററിൽ ഹെഡിങ് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ പ്ലേ ഫെയറിൻ്റെ കൊടുക്കുക, സബ് ഹെഡിങ് മോൺസെറാട്ടിൻ്റെ കൊടുക്കുക. ഇതിൻ്റെ പ്രസൻറ്റേഷൻ എനിക്ക് കിട്ടുന്നേ ഇല്ല. അതുപോലെ ബോഡി ടെസ്റ്റിന് ഓപ്പൺ സയൻസ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരുപാട് ഫോണ്ട് ഉണ്ട് ക്യാൻവയിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ കോമ്പിനേഷൻസ് ഒരു 5 കോമ്പിനേഷൻസ് നല്ല ബെസ്റ്റ് നോക്കിയിട്ട്, 5 നോക്കേണ്ട, ഒരു 10, നിങ്ങൾക്ക് എത്രത്തോളം കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ പ്രൊഫഷണലായി വരും. ഓക്കെ. ഞാൻ ഇവിടെ എക്സാമ്പിളിന് ഒരു കോമ്പിനേഷൻ കൊടുത്തതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 10, മിനിമം ഒരു 5 ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കോമ്പിനേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിളാണ്. ഞാൻ ഇപ്പോൾ ചെയ്ത എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. അസൈൻമെൻറ്റ് എന്താ? ഒരു ബിസിനസ് കാർഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. ക്രിയേറ്റ് എ സിമ്പിൾ ബിസിനസ് കാർഡ് യൂസിങ് കളേഴ്സ് ആൻഡ് ഫോണ്ട്. കളറും ഫോണ്ടും യൂസ് ചെയ്തിട്ട് ഒരു ബിസിനസ് കാർഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓപ്പൺ ക്യാൻവ ആൻഡ് സെലക്ട് ബിസിനസ് കാർഡ്. ബിസിനസ് കാർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3.5 ഇഞ്ച് ടു 2 ഇഞ്ചസ്. യൂണിറ്റിൽ പോയിക്കാണ്ട് അവിടെ പിക്സൽസ് ആയിരിക്കും കിടക്കുന്നത്, അത് ഇഞ്ചസിലോട്ട് മാറ്റാം. എന്നിട്ട് ചൂസ് കളർ ടു സ്കീം ബേസ്ഡ് ഓൺ ദ ബ്രാൻഡ് ആൻഡ് പേഴ്സണൽ സ്റ്റൈല്. നിങ്ങൾ എന്ത് ചെയ്യുക? കളർ ചൂസ് ചെയ്യണം. പിന്നെ ആഡ് യുവർ നെയിം, ജോബ് ടൈറ്റിൽ, കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. യൂസ് ലീസ്റ്റ് 2 ഡിഫറൻറ്റ് ഫോണ്ട് കളർ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2 ഡിഫറൻറ്റ് ഫോണ്ട് കളറെങ്കിലും നിങ്ങൾ അതിൽ കൊടുത്തിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരേ കളറിൽ തന്നെ മുഴുവൻ ഫോണ്ടും കൊടുക്കാതെ 2 ഫോണ്ടിന് എന്തായാലും 2 കളർ വരണം. മനസ്സിലായില്ല? അതായത് ഇപ്പോൾ നിങ്ങൾ എല്ലാത്തിനും അതിലുള്ള എല്ലാ ഫോണ്ടിനും അല്ലെങ്കിൽ എല്ലാ ടെക്സ്റ്റിനും നിങ്ങൾ വൈറ്റ് കളർ കൊടുത്തു. അങ്ങനെ കൊടുക്കാതെ നിങ്ങൾ
മിനിമം 2 കളറെങ്കിലും അതിൽ ഫോണ്ടിന് വരണം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നാണ് നമുക്ക് അസൈൻമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അസൈൻമെൻറ്റ് ചെയ്യുക. ഇനി ബിസിനസ് കാർഡിൻ്റെ റെഫറൻസ് വേണമെങ്കിൽ എന്താ, ക്യാൻവ ഓപ്പൺ ആക്കുക, ഡിസൈനിൽ പോവുക, ബിസിനസ് കാർഡ് സെർച്ച് ചെയ്യുക. അത് റെഫറൻസിന് മാത്രം ഉപയോഗിക്കുക. ഞാൻ ഇവിടെ പറഞ്ഞ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാനല്ല. ഞാൻ ഇവിടെ പറഞ്ഞ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങാനാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫറൻസിന് ഉപയോഗിക്കാം. റെഫറൻസ് മീൻസ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബിസിനസ് കാർഡ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉണ്ടാവും. ഇവിടെ ഇഷ്ടംപോലെ ബിസിനസ് കാർഡ് ഉണ്ട്. ആ ബിസിനസ് കാർഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് കാർഡെന്നോ വിസിറ്റിംഗ് കാർഡെന്നോ അതൊക്കെ പറയേണ്ടതിന് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ അതെടുത്ത് ചെയ്യരുത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്, ചാപ്റ്റർ 3 എന്ന് പറയുന്നത്. ഇനി ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ അല്ല, ലെസൺ ആണ്. ഇനി ലെസൺ 4 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ലെസൺ 4 എന്താണ് പറയുന്നത്? Now that you understand color and typography, let's move to image editing, background removal, which make your design look more polished and professional. അതായത് നമ്മളിപ്പോൾ ടൈപ്പോഗ്രാഫി എന്താ, കളർ എന്താ, ഫോണ്ട് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഇമേജ് എഡിറ്റിംഗ് പഠിക്കണ്ടേ. ഇമേജ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയാനും ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, അത് നമുക്ക് പഠിക്കണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് എക്സാമ്പിളിന് ഒരു ഇമേജ്